2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വടകരയിൽ മത്സരിച്ച UDF പിന്തുണച്ച RMPI സ്ഥാനാർത്ഥി KK രമയെ അധിക്ഷേപത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച് CPM നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, സൈബർ കടന്നലുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ക്രിമിനലുകൾ ഇവർ ഈ KK രമയെ അവഹേളിച്ചു, അപമാനിച്ചു. കോഴിക്കോട് ജില്ലയിൽ UDF നേടിയ 2 സീറ്റിൽ 1 വടകരയായിരുന്നു. കൃത്യമായ മറുപടി ബാലറ്റിലൂടെ, അത് CPM ആളുകൾ പോലും KK രമയ്ക്ക് വോട്ട് ചെയ്തു എന്നതാണ് വടകരയിലെ ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെ CPM സ്ത്രീകളെ അപമാനിക്കുമ്പോൾ അവർ വർദ്ധിത വീര്യത്തോടെ തിരിച്ചു പൊതുരംഗത്തേക്ക് ഒരു നക്ഷത്ര ശോഭ കണക്കെ തിളങ്ങി നിൽക്കുന്നത് കേരളം കാണുകയാണ്. വൈഷ്ണയുടെ വോട്ട് തള്ളിക്കാൻ ശ്രമിച്ചതിന് ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടി CPM-നുണ്ടായി, കോർപ്പറേഷനുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ സൈബർ സഖാക്കന്മാർ വൈഷ്ണയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, സൈബറിടത്ത് അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറുടെ നേതൃത്വത്തിലാണ് ഈ വൈഷ്ണവിയുടെ വോട്ട് തള്ളിക്കാൻ ശ്രമിച്ചതെന്ന് തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ മറുപടിയില്ലാത്ത CPM സ്ഥാനാർത്ഥി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനുള്ള മറുപടി ഡിസംബർ മാസം 9 എന്ന ദിവസമുണ്ടെങ്കിൽ രാവിലെ 7 മണിക്ക് പോളിംഗ് ബൂത്തിലേക്ക് മുട്ടട വാർഡിലെ ജനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ വിരലുകൊണ്ട് ഇതിനുള്ള മറുപടി നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.